Hello guys, this is my first vlog. I didn't want to say much today, but I just wanted to sit and talk about some things about how my last year felt. എന്നുള്ളത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം 2025 നിന്നും 26 ഞാൻ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ 25 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 26 സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. അതായത് എനിക്ക് കുറേ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ കണ്ടാൽ എങ്ങനെ വിചാരിക്കും, ഇവർ കണ്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സൊക്കെ ഉണ്ട് എനിക്ക്. ബട്ട് ഈ ഇയർ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെക്കൊണ്ട് ഞാൻ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു ഇയറാണ് ഈ ഒരു ഇയർ. കാരണം മറ്റുള്ളവർ പറയുന്ന കേട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ. കാരണം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ കറൻ്റ്ലി ഉള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ഞാൻ, അല്ലെങ്കിൽ ഇത് ഭയങ്കര റീച്ചായിട്ട് എനിക്ക് ഭയങ്കര ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണിപ്പം. അപ്പം അതിലുള്ളൊരു പാർട്ടാണ് ഇത് യൂട്യൂബ് എന്ന് പറഞ്ഞത്. അതിലൊരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ്, അല്ലാണ്ട് ഇതെൻ്റെ ഒരു പാഷനാക്കാൻ എൻ്റെ പാഷനോ പ്രൊഫഷനോ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വ്ളോഗ്സ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു BCom കംപ്ലീറ്റ് ചെയ്തിട്ട് MCom ഡിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്യുക. പിന്നെ അല്ലാണ്ട് കുറച്ച് കണ്ടൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരിക, എൻ്റെ മൈൻഡിൽ തോന്നുന്ന തോട്ട്സുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ഉദ്ദേശത്തോടൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളത്, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഓക്കെ, നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു 2025. എൻ്റെ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ള ഇയറൊന്നും അല്ലായിരുന്നു കേട്ടോ. കുറേ ഡൗൺഫാൾസൊക്കെ ഉണ്ടായ ഒരു ഇയറാണ്. അതായത് ഇപ്പം ഞാനൊരു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം സെൻസിറ്റിവിറ്റിയും ഓവർ തിങ്കിങ്ങും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇയറായിരുന്നു. കുറേ ഓവർ തിങ്കിങ്ങിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ ഞാൻ പോയിട്ടുള്ളൊരു ഇയറാണ്. അപ്പം 2026 ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഓവർ തിങ്കിങ് ആണ്. കാരണം എനിക്ക് ഈ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ട് ഞാനങ്ങ് ആലോചിച്ച് വെക്കും. ഫ്യൂച്ചർ എങ്ങനായിരിക്കും, ഭയങ്കരമായിട്ട് ഓവർ എക്സൈറ്റഡ് ആണോ, എല്ലാം പെട്ടെന്ന് എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പം അത് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവുക. അതാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയത്തില്ല, കൊണ്ടുവരാൻ പോകുന്ന ഫസ്റ്റ് ചേഞ്ച് അതാണ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതാണ് മെയിൻലി ഞാൻ ഈ 2026 ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യം. പിന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം അതൊക്കെ എല്ലാം എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക. മൈൻഡ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക. അപ്പോൾ 2026 ഞാൻ ഹോപ്പ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഇയർ ആയിരിക്കുമെന്നാണ് 25-നെ അപേക്ഷിച്ച്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിനുള്ള കറേജും കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ചെയ്യുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുവാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി, അതർവൈസ് നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് കാണണം, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.